മാം, എനിക്ക് കുറച്ച് കൂടുതൽ ഡൗട്ട്സ് ഉണ്ട്. ബിക്കോസ് ഞാനൊരു ഫസ്റ്റ് ടൈം മദറാണ്. ഫീഡിങ്ങിന്റെ കുറച്ച് ഇഷ്യൂസ് ആണ്. ചോദിച്ചോട്ടെ? ഈ ഫീഡിങ്ങിന്റെ സമയത്ത് എനിക്ക് കോൾഡോ ഫീവറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായിരിക്കുമോ? ഇല്ല, ഒരു കുഴപ്പമില്ല, ഫീഡ് ചെയ്യാം. പിന്നെ മിക്ക എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു കോഫി ഒന്നും അധികം കുടിക്കരുത്, ചോക്ലേറ്റ്സ് ഒന്നും അധികം കഴിക്കരുത് ഫീഡിങ് ടൈമിൽ എന്ന്. ഇന്ന് ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, കോഫി ആണെങ്കിലും മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാം. ബേബിക്ക് ഡയറിയോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഫീഡ് ചെയ്യണം. ഓക്കെ. പിന്നെ ഞാൻ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഫീഡിങ് ടൈമിൽ പ്രശ്നം ഉണ്ടാവോ വാവയ്ക്ക്? ഇല്ല, പെയിൻ കില്ലർ നോർമലി പ്രശ്നമില്ല. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിൻ കില്ലർ ഡോക്ടർ കണ്ട് വാങ്ങി കഴിക്കുക. ഇപ്പൊ നമ്മളിപ്പോ മൂവിക്കൊക്കെ പോകുമ്പോൾ അറിയാലോ മാം, പോപ്കോണും പെപ്സിയും ഒക്കെ കഴിക്കും. അങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഈ ഫീഡിങ് ടൈമിൽ കഴിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ജങ്ക് ഫുഡ്സ് നോർമലി പ്രശ്നമൊന്നുമില്ല. ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ കഴിച്ചൊരു 2 hours ശേഷം മാത്രം ഫീഡ് ചെയ്യുക. പിന്നെ ഈ വാവ ഉറങ്ങുന്ന സമയത്ത് മിക്ക എൻ്റെ അമ്മയൊക്കെ പറയും എഴുന്നേപ്പിച്ച് പാല് കൊടുക്കാൻ പറയും. വാവ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ എഴുന്നേപ്പിച്ച് പാല് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിൻ ഓക്കെ ആണെങ്കിൽ പിന്നെ എഴുന്നേപ്പിച്ച് ഫീഡ് ചെയ്യണ്ട. കുഞ്ഞ് എപ്പോൾ എഴുന്നേക്കുന്നു അപ്പോൾ ഫീഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പാല് കുടിച്ചാൽ മാത്രമേ എനിക്ക് വാവയ്ക്ക് പാല് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല. അമ്മ പാല് കുടിച്ചു എന്ന് കരുതി അമ്മയ്ക്ക് പാലുണ്ടാവുകയും കുഞ്ഞിന് പാല് കിട്ടിയില്ല. നന്നായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് വേണമെന്നേ ഉള്ളൂ. അത് പാലാണെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളം കുടിച്ചാൽ മതിയോ? വെള്ളം കുടിച്ചാൽ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ നന്നായിട്ട് പാലുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ പ്രഗ്നന്റ് ആണ്. അപ്പം ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എൻ്റെ ബേബി? പ്രഗ്നൻസി ടൈമിൽ മൂത്തയാളെ ഫീഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഡെലിവറി കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് ഫീഡ് ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ബ്രസ്റ്റ് പമ്പ് ഇപ്പോൾ ഞാൻ ഫീഡ് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഞാൻ ആ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് ഫീഡിങ് ബോട്ടിൽ ഞാൻ ആ മിൽക്ക് കൊടുക്കുന്ന പ്രശ്നമുണ്ടോ? ബ്രസ്റ്റ് ഫീഡ് ചെയ്യണോ പമ്പ് ചെയ്ത് ഫീഡ് ചെയ്യണോ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ബോട്ടിൽ എന്നുള്ളത് പമ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പോലും കപ്പ് ഫീഡിങ്ങോ സ്പൂൺ ഫീഡിങ്ങോ ആണ് ഏറ്റവും നല്ലത്. ബോട്ടിൽ ഒഴിവാക്കാന്നേ ഉള്ളൂ. പമ്പ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് മാം. എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഒരുപാട് മദേഴ്സ് എന്റെ ദിവസവും ഒപ്പിൽ വരാറുണ്ട്. ഇതുപോലെ ഒരുപാട് ഡൗട്ട് ആയിട്ട്. ഇങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോൾ ലാക്ടേഷൻ കൺസൾട്ടന്റിനെയോ പീഡിയാട്രീഷനെ കണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നോക്കുക. അല്ലാതെ കൂട്ടുകാർ പറഞ്ഞോ അല്ലെങ്കിൽ ഗൂഗിളിൽ ഇങ്ങനെ കണ്ടു എന്ന് കരുതി വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാണ്ടിരിക്കുക.